ഇന്ന് ഇശക്കുട്ടി ടാറ്റൊക്കെ പറഞ്ഞ് പോണത് അംഗനവാടിയിലേക്കാട്ടോ. അവളുടെ അംഗനവാടിയിലെ ഓണപ്പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഏറ്റത് പായസമാണ് കേട്ടോ. ഓൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനവും പായസമാണ്. അപ്പം നമ്മളും അതന്നെയാണ് ഏറ്റി. കുട്ടീനെ രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ. 10 മണിയാകുമ്പോൾ കുട്ടികൾ എത്തണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പായസമൊക്കെ ആയിട്ട് നമ്മൾ പോണത് ഒരു 12:30ക്കാണ്. അപ്പോൾ ഒരു കുത്തനെ കയറുന്ന ഒരു മലമലാണ് കേട്ടോ അവൾ അംഗനവാടി ഉള്ളത്. ആ മല കയറി പോകുമ്പോഴത്തേനും നമ്മൾ കുഴങ്ങിപ്പോകും കേട്ടോ. അപ്പം നമ്മൾ വരുമ്പോൾ ഓരോരുത്തർ നമ്മളെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അംഗനവാടിയിലെത്തിയപ്പോൾ ഇശക്കുട്ടി ഇതവിടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കുട്ടികളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല, ഓരോരുത്തർ വരുന്നുള്ളൂ. അപ്പോൾ അവൾ ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഓണപ്പൂക്കളിട്ട് തുടങ്ങിയാണ് കേട്ടോ. ടീച്ചറും ഉമ്മമാരൊക്കെ കൂടെ പൂക്കളൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇശക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സാമ്പാറും ചോറും നല്ല വൃത്തിയാക്കി കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കൂട്ടുകറികളൊന്നും അവൾ കൂട്ടിയിട്ടില്ല. പിന്നെ അടുത്ത് പായസമാണ് കേട്ടോ അവളുടെ ടാർഗറ്റ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം സേമിയ പായസമാണ്. പായസം കുടിച്ച് വന്നപ്പോഴത്തേനും ഇവിടെ കുട്ടികളൊക്കെ കാലുകൊണ്ട് തട്ടി മാറ്റിയാണ്. അപ്പോൾ അതൊക്കെ അവൾ കൈ കൊണ്ട് കുറച്ചൊക്കെ റെഡിയാക്കി എടുത്താണ്. അപ്പോൾ ഓൾക്കൊരാഗ്രഹം ഉണ്ടായി പൂക്കളിടാൻ. അതും അതിൽ കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത് ഫോട്ടോ സെക്ഷനാട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി കൂട്ടിയിരുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.